ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വില്ലേജ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഈ ലോട്ടറി എടുക്കുന്ന പരിപാടി. അത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം. അതെന്താണ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന്, അതായത് 2023 ക്രിസ്മസിന് 2-3 മാസം മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് പോയി കണ്ടിട്ടോട്ടോ. വീഡിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗമുദി ചാനലിൽ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കണ്ടപ്പം എന്തായാലും ലോട്ടറി എടുക്കണമെന്ന് തോന്നി. ആ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും നമ്മൾ സെറ്റാക്കണത്. അപ്പം മസ്റ്റായിട്ട് എന്തായാലും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ആ വീഡിയോ ഒന്ന് ചെന്ന് പോയി കണ്ടിട്ടോ. എന്നാലേ ഞാൻ എന്തിനാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് സംഭവം. പിന്നെ ഈ ലോട്ടറി എടുപ്പ് പരിപാടിയൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഇതൊരു അഡിക്റ്റ് പോലെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കേണ്ട പൈസ കൊണ്ട് തള്ളുന്ന ഒരു എനിക്കത് ഇഷ്ടമല്ല. പലരും എടുക്കുന്നുണ്ട്, അവർക്ക് അടിക്കുന്നുണ്ട്, ഭാഗ്യമുള്ളവരൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല. അതാണ് സംഭവം. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഈ ഒരു ലോട്ടറിയുടെ പരിപാടി വെച്ചിട്ട് ഒരുപാട് പേര് കേരളത്തിൽ ഒക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറ്റമൊന്നും പറയാനില്ല, എനിക്കിഷ്ടമല്ല. അതാണ് സംഭവം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ 390 എടുത്തു നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പൊ ഇന്ന് ഞാൻ ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ ലോട്ടറി എടുക്കുന്ന പരിപാടി. ആ സംഭവം നമ്മൾ എന്തായാലും ഇന്ന് ചെയ്യാൻ പോകും. നമുക്ക് എന്തായാലും ഒന്ന് കുളിച്ച് സെറ്റായി നമുക്ക് നൈസിൽ അങ്ങോട്ട് തെറിക്കാം. അപ്പൊ വേറെ ഒന്നും പറയാനില്ല, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലിട്ടോ. നമ്മുടെ ഈ ചെറുപടിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ചിലതുറ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ അപ്പോൾ നമ്മുടെ ദിവസം നോട്ടീസിനെ എത്തിച്ചേരുന്നു. ഓക്കെ, നമ്മൾ ഓൾ സെറ്റായി നമ്മൾ വണ്ടി എടുത്ത് നൈസിൽ അങ്ങോട്ട് പോകാൻ പോണ്. കുറേ ദിവസമായി. ലോ ഫ്യൂൽ പെട്രോൾ അടിക്കണം. ഓക്കെ, പിന്നെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം എന്നാലും അറിയാൻ വയ്യ. എന്നാൽ നമ്മൾ പോണത് പണിയാവും. എന്തായാലും പോയി നോക്കാം. ഇവിടെ നിന്ന് 10-50 കിലോമീറ്റർ മേളിലോട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ മീറ്റർ പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് ഷെയർ ആക്കി തന്നെ കേട്ടോ, ഇൻസ്റ്റാ റീലൊക്കെ. പക്ഷെ നമ്മൾ മാറ്റാത്തത് അവർ ചോദിക്കണ റേറ്റൊക്കെ ഇച്ചിരി ഓവറാണ്. സെക്കൻഡ് മീറ്റർ വാങ്ങണ റേറ്റ് അതിൽ പണിയുണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നെങ്കിൽ പുതിയത് വാങ്ങാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വർക്കാവുന്നുണ്ട്, പക്ഷെ ഒരു കണ്ട യെല്ലോ ഷെയ്ഡ് അടിച്ച് ഇങ്ങനെ നടക്കണം. അടിഭാഗത്തൂടെ ചെറിയ രീതിയിൽ മീറ്റർ പോയി തകർന്നു. ഗോയ്സ്, ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. സംഭവം വണ്ടിക്ക് ചെറിയൊരു പണി. ഇതാറാ വണ്ടിക്ക് ചെറിയൊരു പണി. ഇതിൻ്റെ കോൺ സെറ്റിനൊരു അനക്കം കണ്ട. ഇവിടെ നിന്ന് ഇളകി വന്നാൻ്റെ റബ്ബർ ബുഷ്, എന്നിട്ട് ചെറിയൊരു അനക്കം. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എടുത്തുകൊണ്ട് പോവാം. വണ്ടി ഇവിടെ റെഡിയാണ്. നമുക്ക് പുറത്തുകൊണ്ട് നൈസിൽ അങ്ങോട്ട് തെറിക്കാം. അതിനി കോണസെറ്റ് പണിതിട്ട് ആ വണ്ടി പുറത്തോട്ട് എടുക്കാം. തകർത് ഗൈസ്. കോണസെറ്റിൻ്റെ ആ സൈഡിലുള്ള റബ്ബറൊക്കെ ഇങ്ങനെ വെടിച്ചാണ് ഇരിക്കുന്നതിൽ. അതെന്തായാലും പണിയാം. അയ്യോ, പിന്നെ ഈ V3 വന്നിട്ട് സർവീസ് ചെയ്തിട്ട് കൊണ്ട് വീട്ടിൽ വെച്ചേ ഉള്ളൂ കേട്ടോ. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ മണാലി ട്രിപ്പിന് പോയ സമയത്ത് ഏകദേശം 4200 കിലോമീറ്റർ ഓടി. വേറെ ഒരു പരിപാടി ചെയ്തില്ല, പെട്രോൾ അടി മാത്രമേ ഇതിനകത്ത് ചെയ്തുള്ളൂ. പെട്രോൾ അടി വന്നിട്ട് ഏകദേശം 4200 കിലോമീറ്ററിന് നമ്മൾ 8000 സംതിങ് ആ ഒരു റേഞ്ച് ആയുള്ളൂ കേട്ടോ പെട്രോളിന് വന്നിട്ട്. ഈ വണ്ടിക്കകത്ത് നമ്മൾ ഉടനെ ചെറിയൊരു അപ്ഡേഷൻ വരുത്തുന്നതാണ്. അതിനുശേഷമൊക്കെ വണ്ടി എടുക്കാമെന്ന് ഓർത്ത്. ഇപ്പം പിന്നെ സാഹചര്യം നമ്മളെ അനുവദിച്ചില്ല. ഇനി ഏകദേശം 50-55 കിലോമീറ്റർ പോകാനുണ്ട്. ലേശം പെട്രോൾ അടിച്ചു. ഹൈവേ എത്തി ഗൈസ്. ഇനി വച്ചൊരു പിടി പിടിക്കാം. പിന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച കാര്യമാണ്, എന്തായാലും പോകണം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ നമ്മളെന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷെമ്മിയുടെ വണ്ടിയാണ് കിടക്കുന്നത്. അതിനകത്തൊരു പോലീസുകാരുണ്ട്. അങ്ങേരിങ്ങനെ അതിനകത്ത് ഇങ്ങനെ കിടക്കും. എന്നിട്ട് വണ്ടി തുറന്ന് ബാക്കിൽ ഡിക്കി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ക്യാമറ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. നമ്മളെ ഗവൺമെൻറ് ഫിഷാടനമാണത്. എന്ത് ചെയ്യാനല്ലേ. പക്ഷെ നമ്മൾ വെഞ്ഞാറമൂട് എത്തി. പക്ഷെ ഇവിടെ എവിടെയാണ് കോഫി ഹൗസ് എന്നറിയാൻ വയ്യ. നോടയം. ഇതായിരിക്കുന്നത്. ആശാൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഉണ്ട്. ലോട്ടറി ഇല്ലേ?
ആ ആ ഇവിടെ വയ്ക്കാമോ? ഞാൻ ഇപ്പം എടുക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ചേർത്താണ് വെച്ചിട്ടുള്ളത്. ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ മനസ്സിലായി. അത് കുഴപ്പമില്ല. അത് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് അടിക്കുന്ന ലോട്ടറി വേണം. നാളത്തതാ? ഇന്നത്തെ ഒന്നുമില്ലേ? തീർന്നു. നിങ്ങളുടെ പേരെന്തോന്ന്? ലോട്ടറി അടിക്കുന്ന ലോട്ടറി ഒരെണ്ണം വേണം. സാമ്പത്തിക മോശത്തിലാണ്. പറയാൻ ഒക്കില്ല. ഇന്ന് കച്ചവടം നടന്നോ? ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞ ടിക്കറ്റ് മതി. ഞാൻ ടിക്കറ്റ് ഒന്നും എടുക്കുന്ന ആളല്ല. 40 കേട്ടില്ല. ഈ മാസത്തെ അപ്പോൾ അത്രയും വലുതൊന്നും വേണ്ട. അത് വേണ്ട. വിഷു ബമ്പറല്ലേ, 12 കോടി. നിങ്ങൾ നടിച്ചോ. $500 എടുത്തോ. 500 എടുത്തോ. എനിക്ക് ടിക്കറ്റ് നമ്പരും നോക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. ഒരു വീഡിയോയിൽ ഏത് വേണമെന്ന് ചോദിച്ചാ അത് വേണ്ട. മറ്റേത് തന്നെ എടുത്തോ. നമ്മൾ ലോട്ടറി എടുക്കാറില്ല, ഭാഗ്യമില്ലാത്തോണ്ട്. വരുമല്ലേ. ഫുഡ് കഴിച്ചാ? വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചൊരെണ്ണം അടിക്കും. നമുക്ക് അടിച്ചാൽ വീണ്ടും കാണാം. 12 കിട്ടുമല്ലേ? എണ്ണയാണ്. 480. ഇത് എത്ര എണ്ണം ഉണ്ട് ടിക്കറ്റ്? 20 വെച്ചോളെ. 1 2 3 4 5 6 7 8 9 10 11. 4 5 6 7 8 9 10 11. 11. 480. 12 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചാൽ മതി. 12 10 400 രൂപ. 2 80 രൂപ. ഓക്കെ, അതിൽ 20 രൂപ ബാലൻസ് ഉണ്ട്. അത് വെച്ചോളേ. ഓക്കെ, ഞാനങ്ങ് നെയ്യാറ്റിൻകരയെന്ന് പറഞ്ഞാണ്. അറിയാമോ? എവിടെ? ആണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആണോ? ഇതിപ്പോൾ നിങ്ങൾ ഇനി എപ്പോൾ പോവും? 6 മണിക്ക്. ഇല്ല, അടിക്കുമോ? അടിക്കണം. പറയാൻ പറ്റില്ല. നമുക്ക് ഭാഗ്യമില്ല, അതുകൊണ്ടാണ് ചോദിക്കണത്. അതെ. ടിക്കറ്റ് എടുക്കുമോ? എല്ലാവരും ടിക്കറ്റ് എടുക്കുമോ? പറഞ്ഞവര് ആണോ? ആണോ? എനിക്ക് 500 രൂപ എടുക്കുമ്പോൾ എല്ലാം കിട്ടുമോ ഇതിൽ നിന്ന്? 50 രൂപ കിട്ടുമല്ലേ? അയ്യോ, അതേ ഞങ്ങൾ താഴെ പോവില്ലല്ലേ. നിങ്ങളെ എന്നാ വെച്ചോ. ഓക്കെ, ടിക്കറ്റ് അടിച്ചാൽ നമുക്ക് കാണാം. നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല. ഞാൻ ഉള്ള പൈസ വെച്ച് നമ്മളിങ്ങനെ കറങ്ങി നടക്കണതാണ്. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് അന്നേ വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വരാൻ പറ്റിയില്ല. കേട്ടില്ല. സമയമായില്ല. നിങ്ങൾക്ക് വരാതെ തന്നെ. നിങ്ങൾ ആട്ടോയിലാണ് പറഞ്ഞല്ലേ? എല്ലാം നല്ലത് തന്നെ. പോട്ടാ, കാണാം. ആ വീഡിയോ കണ്ടപ്പം വരണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. ശരി എന്നാ, ഫുഡ് കഴിക്കും നിങ്ങൾ. സമയമില്ല. ഓക്കെ, പോട്ടാ. നമ്മൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ തോന്നട്ടെ. വീഡിയോ കാണുമ്പോഴേ ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കാൻ തോന്നുന്നവർ സഹായിക്കട്ടെ, അല്ലേ? ആരും ഉപകാരമില്ലല്ലേ?
10-20 രൂപ വിട്ടുവീഴ്ച ചെയ്യണ സാധാരണക്കാരനാണ്. ഇന്നത്തെ തീർന്നു പോയി. ഓക്കെ, ഇപ്പൊ പോട്ടാ, കാണാം. നിങ്ങൾ എന്തായാലും കാണും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ശരി എന്നാ, പോട്ടാ. ഓക്കെ ബൈ. കൈസ് ഒരുപാട് സന്തോഷം. നമുക്കും തിരിച്ച് നേരെ വീട്ടിലോട്ട് വിടാം. ഈ ലോട്ടറി 10-12 ടിക്കറ്റ് എടുത്തു മൊത്തം. പോട്ടാ, നിങ്ങൾ ആരെയും കുമ്പിടൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം നമ്മൾ ചെയ്യും, അത്ര തന്നെ. മാന്യത അത് കുമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, പോട്ടാ, ശരി എന്നാ. ഓക്കെ ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് കോഫി ഹൗസിൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി, വലിയ സംഭവമായിട്ടൊന്നും ചെയ്യണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കാം. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അടുത്താണ് കേട്ടോ. ഓക്കെ, എനിക്കിനി നേരെ തിരിച്ചു പോകണം. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും വന്നത്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത്, നമ്മളെ കൊണ്ട് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, പിന്നെ നമ്മൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്യണതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഇപ്പം കാറിന് ലോണുണ്ട്, എന്നിട്ട് എൻ്റെ വട്ടച്ചെലവ്, വണ്ടികളുടെ മെയിൻ്റനൻസ്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് പോകണം. പിന്നെ നമ്മൾ സാംസങ് S23 എടുത്തു, OnePlus അടിച്ചു പോയതിനു ശേഷം 23 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫോണിന് ലോണുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ചെയ്യാട്ടോ. ഒരു ലോട്ടറി എടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 500 രൂപ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒരു 50 രൂപ കിട്ടും. 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ പുള്ളിക്കാരന് ഒരു 50 രൂപ കിട്ടും. പിന്നെ കൈക്കും കാലിനും നല്ല നീളവും നല്ല ആരോഗ്യവും ഉള്ളവന്മാരൊക്കെ ഈ ഫിക്സ് ആടനവും ബാക്കി പരിപാടിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുമ്പം ഇത് കണക്ക് അവരുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് മാത്രം അവരിങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക, അത്രേ ഉള്ളൂ. മാക്സിമം എമൗണ്ടിന് ലോട്ടറി എടുക്കണമെന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ തോന്നിയില്ല. കുറച്ച് പൈസയ്ക്ക് നമ്മൾ ലോട്ടറി എടുത്തിട്ട് ബാക്കി പൈസ പുള്ളിക്കാരന് കൊടുത്ത്, പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ കൊടുത്ത എമൗണ്ട് പോലും ഒരു ദിവസം അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ കുറവുകളും വെച്ച് അവർ ഉണ്ടാക്കിയല്ലേ സന്തോഷം. പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് എനിക്ക് ഒരുമാതിരി തോന്നണം. ശരിക്കും നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. അതുകൊണ്ട് അന്നേ പ്ലാൻ ചെയ്തതാണ് എന്തായാലും ഇങ്ങോട്ട് വരണം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം പുള്ളിക്കാരന് ചെയ്യണമെന്ന്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കണത്, എത്ര രൂപയാണ് അതിൻ്റെ കുറഞ്ഞ എമൗണ്ട്? ഏറ്റവും കുറഞ്ഞ 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അത് എത്രയോ ലക്ഷം രൂപയുണ്ട്, 80 ലക്ഷം 70 ലക്ഷം. അടിച്ചു കഴിഞ്ഞാൽ ജങ്ക പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞ്, ഒന്നും തരൂല ഓനെയെന്ന്. ഈ കയ്യിൽ പൈസ ഉള്ളവൻ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പം കഷ്ടത എന്തെന്ന് അറിയാമെന്നുള്ളവന് മറ്റുള്ളവൻ്റെ വിഷമവും മനസ്സിലാവും. അപ്പം മാക്സിമം സഹായിക്കേണ്ട രീതിയിൽ സഹായിക്കുകയും ചെയ്യും. അതാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ഏകദേശം വീടിനടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 50-55 കിലോമീറ്ററോളം പോയി തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം വന്നിട്ട്, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആലോചിച്ചതാണ് അങ്ങനെ ഒരു സഹായം പുള്ളിക്ക് ചെയ്യണം എന്ന് വിചാരിച്ച്. അത് ഒന്നാമത്തെ കാര്യം. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കണ്ടന്റ്. അടുത്ത മൂന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടന്റ് കണ്ടിട്ട്, ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട്, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇതേ കണക്ക് എവിടെയെങ്കിലുമൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ ആ ഒരു കൗമുദി ചാനലിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് അത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനിച്ചു പോയില്ലേ ജീവിച്ചല്ലേ പറ്റൂന്ന്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്തായാലും ഉറപ്പിച്ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ചെയ്യണമെന്ന്. അപ്പോൾ ഇതേ കണക്ക് തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിക് ബ്ലോഗ്സ്, പിന്നെ അനന്തു എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഈ നീറ്റിൻ്റെ എക്സാമിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പുള്ളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊച്ചു പയ്യൻ ഇന്ദ്രജിത്ത് വ്ളോഗിൽ നിന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ട് പാലക്കാടുള്ള ഒരു പയ്യൻ. ഇങ്ങനെ ഒരുപാട് പേര്, ഇവർ മാത്രമല്ല ഒരുപാട് പേര് ഇത് കണക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റിന് പോലും, നമ്മുടെ ഈ നശിച്ച ഗവൺമെന്റിന് പോലും പറ്റാത്ത രീതിയിലുള്ള സഹായം ഇത് കണക്കുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും സഹായിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് മനസ്സാക്ഷിയും സഹായിക്കണമെന്നുള്ള മനസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ വമ്പ സപ്പോർട്ടിന് നമ്മുടെ വമ്പ സന്തോഷം. വേറൊന്നും പറയല്ലേ, ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. വേറൊന്നും പറയല്ലോ, ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ട. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തുമ്പോൾ കാണുന്നതായിരിക്കും. ബൈ. ശരി എന്നാ.